BJP പാലക്കാട് അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ടെലിഫോണിലുണ്ട്. പ്രശാന്ത് ശിവൻ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. MLA സ്ഥാനത്തു നിന്നുള്ള രാജി പാർട്ടി ആവശ്യപ്പെടുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. ഇന്ന് വൈകിട്ടോടെ തീരുമാനമുണ്ടാകും. എന്താണ് BJPയുടെ പ്രതികരണം? ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇദ്ദേഹം MLA സ്ഥാനത്ത് തുടരാൻ ഒരു നിമിഷം പോലും യോഗ്യനല്ല എന്നുള്ള സ്റ്റാൻഡാണ് ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ പാർട്ടി എടുത്തിട്ടുള്ളത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമായിരുന്നു കോൺഗ്രസ് പാർട്ടിയും രാഹുലും തുടക്കം മുതൽ എടുത്തിരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ ധാർമ്മിക ബോധം MLA ആയിട്ട് തുടരുന്നതിന് വേണ്ടി എന്നതായിരുന്നു BJP തുടക്കം മുതൽ ചോദിച്ചിരുന്നത്. അതോടൊപ്പം ഇതിന് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മുതൽ ഈ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിന്റെ പ്രതികരണം എടുക്കുന്നതിന് വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ പോയ സമയത്ത് ഇത്രയും ഗൗരവമായ വിഷയമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഷാഫിയുടെ മറുപടി എന്ന് പറയുന്നത് ആണോ എന്നുള്ള തരത്തിൽ പുച്ഛത്തോടെയുള്ള ഒരു സമീപനമാണ് ഷാഫി പറമ്പലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ പെണ്ണുപിടിയനായ ഒരു MLA സംരക്ഷിച്ച് നിർത്തുന്ന സമീപനമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന് കോൺഗ്രസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ജനിതക വൈകൃതം എന്നേ ഇതിനെ പറയാനുള്ളൂ. അവരുടെ DNA കുഴപ്പമാണ്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഷാഫി പറമ്പലിനും BD സതീശനും പരാതി നൽകി എന്ന് പറയുന്ന സമയത്ത് ആ പരാതിയെ ഒരു പിതൃസ്ഥാനത്ത് നിന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടു എന്നാണ് BD സതീശൻ പറയുന്നത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ കിടപ്പുമുറിയിലേക്ക് ഒരു പെൺകുട്ടിയെ വിളിക്കുന്ന സമയത്ത് അതില് എന്ത് കോംപ്രമൈസ് ചെയ്തു എന്നാണ് സതീശൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന് ഒരു നിമിഷം പോലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അദ്ദേഹം MLA പദത്തിൽ തുടരുന്നതിന് യാതൊരുവിധ അർഹതയുമില്ല. അദ്ദേഹം ഒരു ലൈംഗിക വൈകൃതം പിടിച്ച കേൾക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത BJP കാണുന്നുണ്ടോ? ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അത് ഭാരതീയ ജനതാ പാർട്ടിയല്ല. പിന്നെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈ വിഷയത്തിൽ BJP തുടക്കം മുതൽ ഇടപെട്ടിട്ടുള്ളത്. ഇതിന്റെ തുടക്കം മുതൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായിരുന്നു. ഈ കേരളത്തിലെ നിരവധിയായ പെൺകുട്ടികളാണ് ഈ ഒരു ലൈംഗിക വൈകൃതം പിടിച്ച രോഗി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഇരകളായി തീർന്നിരിക്കുന്നത്. ആ പെൺകുട്ടികളുടെ നീതിക്ക് വേണ്ടിയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ തെരുവിലുണ്ടായിരുന്നത്. കഴിഞ്ഞ 4 ദിവസത്തിനകം 10-ലധികം സമരങ്ങളാണ് പാലക്കാട് MLA കേന്ദ്രീകരിച്ച് മാത്രം പാലക്കാട് ടൗണിൽ നടന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ പെൺകുട്ടികളുടെ നീതിക്ക് വേണ്ടിയാണ് BJP ഈ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. രാഷ്ട്രീയപരമായോ തെരഞ്ഞെടുപ്പിന്റെ മനസ്സിനകത്തേക്ക് ഒരു സെക്കൻഡ് പോലും കടന്നു വന്നിട്ടില്ല. അതിൽ അഭിപ്രായം പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുള്ളത്. പക്ഷേ യുടെ സമീപനം ഇനിയും രാഹുലിനെ ചേർത്ത് പിടിക്കാനാണ് സമീപനമെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾ, അമ്മപെങ്ങന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്കെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ നന്ദി പ്രശാന്ത് ശിവൻ പ്രതികരിച്ചതിന്.